ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ മുരിങ്ങയില നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഈ കറി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാനെങ്ങനെയാണ് വെച്ചതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതപ്പോൾ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ ഇലയായിട്ട് ഇങ്ങനെ ഊരിയെടുക്കണം. അതിൻ്റെ ആ കാമ്പൊന്നും പാടില്ല. അങ്ങനെ ഊരിയെടുത്ത ശേഷം നല്ല വൃത്തിയിൽ അങ്ങോട്ട് കഴുകി എടുക്കാം നമുക്ക്. ചിലപ്പോൾ ഈ കോപ്വെബ്സിൻ്റെ ഒക്കെ ഉണ്ടാകും, അത് കാരണം. ഇപ്പോൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പ് ദാ വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലാണ് വേവിക്കാറ്. ചോറാണെങ്കിലും പരിപ്പാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ ദാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് അരപ്പിന് നാളികേരം, ഒരു വെളുത്തുള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. നല്ല പേസ്റ്റായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീരക്കറി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് വേവിച്ച പരിപ്പ് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്യാം. ചീര നന്നായിട്ട് കഴുകി അവിടെ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ആ ചീരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേഗമാകും. ഒരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കറി റെഡിയാകും. അങ്ങനെ സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോക്കനട്ട് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ നാളികേരവും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് ഈ കോക്കനട്ട് പേസ്റ്റിൻ്റെ കൂടെയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അധികം വേവിക്കരുത്, എന്ന് വെച്ചാൽ മുരിങ്ങയിലയുടെ പച്ച കളർ പോവാതിരിക്കാൻ. ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അതിന് താളിപ്പിടുകയാണ്. ഇനിയിപ്പോൾ സീസണിങ് ചെയ്യാണ് നമ്മുടെ യൂഷ്വൽ കടുകും വറ്റൽമുളകും കരിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തില്ല, എന്തായാലും നമ്മുടെ മുരിങ്ങയിലയല്ലേ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ടേസ്റ്റി മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ടുള്ള കറി ഉച്ചയൂണിന്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.